പിശാചുക്കള് ഈ നരകത്തില് പിശാചുക്കളല്ലാതെ മാലാകമാര് വരുമോ ചേട്ടാ? ഓ എന്റെ മൂലാതന്നെ ഇളകിയോന്നൊരു സംശയം. ആ കമലേ ചിന്നേ ഒന്ന് നിന്നേ. ഇന്ന് ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഞങ്ങള് പരിപാടിയൊക്കെ നിർത്തി. അയ്യോ എന്നിട്ട് ആ വിവരം ഇന്ന് രാവിലത്തെ പത്രത്തിൽ കണ്ടില്ലല്ലോ? അതെ, ഞങ്ങൾക്ക് 2 ജാതിയുടെ ഒരു പ്ലീനത്തിന്റെയും കാശ് കിട്ടാനുണ്ട്. ആ അപ്പൊ അന്ന് 2 പൊതി ബിരിയാണി വീതം മാറ്റി തന്നതോ? അത് ഞങ്ങൾ തിന്നു. കാശായിട്ട് കിട്ടിയില്ലെങ്കിൽ പിള്ളേർക്ക് എന്നായിട്ട് തിളപ്പിച്ചു കൊടുക്കും. ആ അത് പിന്നെ അടുത്ത പരിപാടിയുടെ കഴിയുമ്പോ ഞാൻ മൊത്തത്തിലേക്ക് തരാം. വേണ്ട വേണ്ട, ഒരു വെയിലത്ത് കൊണ്ട് ഒരു ദിവസം മുഴുവൻ നിർത്തിയിട്ട് പാടി. ചേടാ ഓരോരുത്തരും ഇങ്ങനെ പിന്മാറിയാൽ നേതാവ് വരുമ്പോ വെറും കസേരയെ നോക്കി പ്രസംഗിക്കേണ്ടി വരുമല്ലോ. കൈ കാശില്ലെങ്കിലേ തേങ്ങ അരച്ച കറി കൂട്ടണോടി പൂക്കാരി. കച്ചവടം കുറവായതുകൊണ്ടാ അടുത്ത ശനിയാഴ്ച തരാൻ ചേച്ചി. ആരാ മുറി തേങ്ങക്കാണോടി നീ ഇങ്ങനെ കിടന്ന് തൊള്ള ഓർക്കണത്? ഓ നിങ്ങൾക്ക് നിസ്സാരമായിരിക്കും, ഞാനേ നടുമുടിഞ്ഞുണ്ടാക്കുന്ന കാശ. നിന്റെ നടു ഒടിഞ്ഞ വിശേഷങ്ങളൊക്കെ എന്തിനാണ് പറയിപ്പിക്കണത്? ഞാൻ നിങ്ങളെ പോലെ വേഷമൊക്കെ മാറി അമ്പലവും പള്ളും വഴിയും 2 നടക്കുന്നില്ലല്ലോ. ഈയെങ്കിലും നന്നായിട്ട് ജീവിക്കാൻ നോക്കും, അല്ലെങ്കിൽ എന്റെ നടപടിക്കോണം കൊണ്ട് ആരെങ്കിലും എന്റെ പുറക്ക് തീ വെക്കും. ഓ തീ വെക്കാനെങ്കിൽ വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. എടി എച്ചിക്കൈ കൊണ്ട് കാക്കയാട്ടോ. അതന്നെ ഈ നാട്ടുകാർക്ക് അറിയാം നിന്റെ വിശേഷങ്ങൾ മുഴുവൻ. ആ മോളെ ലാലം വന്നാ? ഇന്ന് രാവിലെ വന്നേ ഉള്ളൂ, കിടന്നുറങ്ങുക. എന്തുവായിരുന്നേ അവിടെ ഒരു ബഹളം? അതെ, ആ ജാന ചേച്ചി കടം കൊടുത്ത തേങ്ങ കിട്ടിയില്ലെന്നോ അരി കിട്ടിയില്ലെന്നോ ഒക്കെ പറഞ്ഞു വഴക്കാം. അതിന് നീ എന്തിനാ അവിടെ വായി നോക്കി നിന്നേ? വർത്താനം പറയാൻ പോലും കൊള്ളില്ല അവറ്റോളോട്. ലക്ഷ്മി എന്തേ? അവളിന്ന് സ്കൂളിൽ പോകുന്നില്ലേ? അവള് തേണ്ടാ തിണ്ണയിലിരുന്ന് മോങ്ങുന്നുണ്ട്. ഏതാണ്ടിന് ചേരാൻ കാശ് വേണമെന്നും പറഞ്ഞോണ്ട് എന്ന് പറഞ്ഞ അവിടെ തന്ന ലക്ഷക്കണക്കിന് പണം എന്നെ കെട്ടിയേപ്പിച്ചല്ലേ കുഴിയിലോട്ട് പോയത്. നിന്റെ പാടൊന്നും ഒഴിഞ്ഞല്ലോ എന്നും കരുതി സമാധാനിച്ചതാ. പിന്നെയും ദേ വന്ന് നിൽക്കുന്നു മുന്നില്. പല്ലവന്റെ അടുക്കളപാത്രം കഴുകി കുടുംബം പോറ്റുന്നതിന്റെ പാഠം എനിക്കല്ലേ അറിയൂ. നീ സ്കൂളിൽ പോകുന്നില്ലേ? ഞാൻ ഇനി പഠിക്കാനേ പോകുന്നില്ല. എന്താ, നീ വല്ല പരീക്ഷയ്ക്കും തോറ്റോ? അതല്ല, 11th സ്റ്റാൻഡേർഡുകാർ എല്ലാരും കൂടി ഒരുമിച്ചുള്ള എസ്കേഷനാ. ഞാൻ മാത്രം ചെന്നില്ലെങ്കിൽ പിള്ളേർ എന്നെ കളിയാക്കും. പിന്നെ വന്നു കഴിഞ്ഞിട്ട് അവളുമാരുടെ ടൂർ വിശേഷങ്ങളും. വേണ്ട, ഞാൻ പോണില്ല. വേണ്ടടി, നീ പോകണ്ടടി. പഠിച്ചിട്ട് നീ ഇപ്പൊ എന്താ കളക്ടറാൻ പോവാ? നീ ആ ആന്റപ്പന്റെ തീപ്പെട്ടി കമ്പനി പടോട്ടിക്കാൻ പോടി. നീ ആ കമലയുടെ മോള് ചിന്നുവിനെ കണ്ട് പഠിക്കടി. പഠിപ്പിച്ചെടുത്തിനെ മരത്തെ കെട്ടിട്ട് ഇപ്പൊ എന്തായി? അവ സ്ഥിരം ടൂറല്ലേ, അങ്ങ് ജയിലിലോട്ട്. ചില നേരത്ത് തോന്നും അവന്റെ അമ്മയെ കെട്ടിച്ചയച്ചത് അങ്ങ് ജയിലിലോട്ടാണോന്ന്. ചേച്ചി, നീ എണീറ്റോ? കട്ടനെടുക്കട്ടെ. ആ തള്ളിയോടൊന്ന് തൊള്ളവർക്കായിരിക്കാൻ പറ. രാവിലെ ഓൺ ചെയ്തു ലൗഡ് സ്പീക്കർ. എന്റെ ജീൻസിന്റെ പോക്കറ്റിൽ കാശ് കാണും. ലക്ഷ്മിക്ക് എത്രയാ വേണ്ട വെച്ചാ കൊടു.